വിവാഹിതയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന വാദം നിയമപരമായി നിലനിൽക്കില്ലെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപക്ഷെ രക്ഷയാകും. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, മെഷീൻ ഗൺ, ബോംബ്, അമ്പും വില്ലും, ഒടുവിൽ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെയായി. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ബന്ധം വഷളാകുമ്പോൾ ബലാത്സംഗ കേസുകൾ ഫയൽ ചെയ്യുന്ന നടപടിയിലാണ് സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചത്. അത്തരം സംഭവങ്ങൾ നീതിന്യായ വ്യവസ്ഥയെ ദുരുപയോഗം ചെയ്യുന്നതെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത്. വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സംഭവങ്ങളിൽ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡന കേസ് ഫയൽ ചെയ്യാൻ കഴിയില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്ജൽ ഫുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക ബന്ധം എന്ന പേരിലുള്ള എല്ലാ കേസുകളും ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബെഞ്ച് ഓർമ്മിപ്പിച്ചു. വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിച്ചെന്നാരോപിച്ച ഒരു അഭിഭാഷക സഹപ്രവർത്തകനെതിരെ നൽകിയ പരാതി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം. അഭിഭാഷകനെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. വിവാഹ ജീവിതം നിലനിൽക്കുമ്പോൾ മറ്റൊരു വിവാഹ ജീവിതത്തിന് അർഹതയില്ലെന്നും അതിനാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതി നൽകാൻ കഴിയില്ലെന്നും കോടതി ഇടയില്ലാതെ പറഞ്ഞു. അങ്ങനെ ഒരു വാദം നിയമപരമായി നിലനിൽക്കില്ലെന്നും ഇര വിവാഹിതയായതിനാൽ മറ്റൊരു വിവാഹത്തിന് യോഗ്യതയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലെ അടിസ്ഥാന ഘടകങ്ങൾ അന്വേഷിച്ച് യഥാർത്ഥ ബലാത്സംഗ കേസുകൾ തിരിച്ചറിയുന്നതിൽ കോടതികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു. ഇതൊരു വല്ലാത്ത നിരീക്ഷണമാണ്. ഇത് പല കേസുകൾക്കും ആധാരമാകും. നമുക്ക് ചുറ്റും ഇത്തരത്തിൽ ഒട്ടേറെ കേസുകളുണ്ട്. അതും പല ഉന്നതന്മാർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള കേസുകളുമുണ്ട്. അതിലെല്ലാം ഈ പരാമർശം ബാധകമാകുമെന്നാണ് ഒരു അഭിഭാഷകൻ പങ്കുവച്ചത്.